NSSും സുകുമാരൻ നായരും മലക്കം മറിഞ്ഞിരിക്കുകയാണ്. ശബരിമല വിഷയത്തിലാണ് പ്രധാനമായിട്ടും നിലപാട് മാറ്റം. ഇത് പറഞ്ഞിരിക്കുന്നത് സർക്കാർ ഒരിക്കലും ശബരിമലയെ വെച്ച് രാഷ്ട്രീയം കളിച്ചിട്ടില്ല എന്നാണ്. ഇവിടെ രാഷ്ട്രീയം കളിച്ചത് UDFും BJPയുമാണ് എന്നുള്ളതാണ് സുകുമാരൻ നായർ ഉയർത്തുന്ന ആരോപണം. പ്രിയൻ, നമ്മുടെ നാട്ടിൽ കുറെ ഈ സാമുദായിക സംഘടനകളുണ്ട്. ഈ സമുദായത്തിന്റെ കാര്യങ്ങൾ നോക്കാനാണ് ഈ സംഘടനകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ സമുദായത്തിന്റെ വിഷയങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഇവർ സംസാരിക്കുകയും എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. എന്നിട്ട് ആവശ്യമില്ലാത്ത വിവാദങ്ങളിലൊക്കെ ചെന്ന് ചാടും. ഇതാണ് നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്നൊരു കാര്യം. അപ്പോൾ അതിൽ രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകളെക്കാൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവരുടെയൊക്കെ പ്രസ്താവനകൾ. അത്രത്തോളം സ്വാധീനം ഇവർക്കുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന നിലപാട്, അതായത് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നിലപാടെന്ന് പറയുന്നത് ഇടത് ചായ്വ് വ്യക്തമാക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. CPMനോടുള്ള ഇടത് ചായ്വ് കൃത്യമായി വെളിപ്പെടുത്തുന്ന ഒരു നിലപാടുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അയ്യപ്പ വിഷയത്തിൽ, അതായത് നമ്മൾ ശബരിമല വിഷയമാണല്ലോ, ശബരിമല യുവതീ പ്രവേശന വിഷയം, അതിൽ NSSന്റെ മുൻകാല സ്റ്റാൻഡ് എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അത് 2018 യുവതീ പ്രവേശന വിധി വരുന്ന സമയത്ത് അതിശക്ത നിലപാടെടുത്ത് ഭക്തർക്ക് വേണ്ടി നിലകൊണ്ട ആദ്യത്തെ സാമുദായിക സംഘടന NSS ആണ്. പല പരിപാടികൾ അവർ ഓർഗനൈസ് ചെയ്തിരുന്നു. ഇതര സാംസ്കാരിക സംഘടനകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം തന്നെ NSS സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിരുന്നു. അതായത് ഭക്തർക്ക് വേണ്ടി അതിശക്തമായിട്ട് വാദിക്കാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള മുൻനിര അഭിഭാഷകനായിട്ടുള്ള സീനിയർ അഡ്വക്കേറ്റ് K. പരാശരനെയാണ് അവർ നിയമിച്ചത്.